നമ്മിൽ ഈ വ്യാപാര ശക്തി കടന്നു വരണമെങ്കിൽ നമുക്ക് അല്പം മുതൽ മുടക്കുണ്ട്. ഫിലിപ്പിയ ലേഖനം 3:7 മുതൽ 10 വരെ വായിച്ചാൽ. ഫിലിപ്പിയ ലേഖനം 3:7 മുതൽ 10 വരെ. ലാഭമായിരുന്നൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുന്നു. പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. മരണത്തോട് അനുരൂപപ്പെടുക. കർത്താവിന്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ കർത്താവ് നടന്നുപോയ പാതയിൽ കൂടെ നിന്ദയുടെയും അപമാനത്തിന്റെയും പാതയിൽ കൂടെ മരണത്തോട് അനുഭവപ്പെട്ടാൽ പിന്നെന്താണ്? പുനരുത്ഥാനത്തിന്റെ ശക്തി ലഭിക്കും. നമ്മിൽ വ്യാപാര ശക്തി വരണമെങ്കിൽ ഈ ലോകത്തിന്റെ പേരും പെരുമയും ഈ ലോകത്തിന്റെ നന്മകളും നാം ത്യജിച്ചെങ്കിൽ മാത്രമേ വ്യാപാര ശക്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞത്, ഈ ലോകത്തിലുള്ളതെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു? ചപ്പും ചവറുമെന്നെണ്ണുന്നു. എന്നെ കെട്ടാനായി സാത്താൻ എത്രമാത്രം ശ്രമിച്ചു. അമേരിക്കയിൽ എത്ര വലിയ സൗകര്യങ്ങൾ ഒരുക്കി തന്നു. ഇന്ത്യയിൽ വന്നിട്ട് എത്ര സൗകര്യങ്ങൾ ഒരുക്കി തന്നു. കൃപയാൽ കർത്താവിൽ ആശ്രയിച്ചതുകൊണ്ട് സാത്താൻ എന്നെ കെട്ടാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ ഇന്ന് എത്ര വലിയ പ്രോപ്പർട്ടി, ഒരു പ്ലെയിനും ഒക്കെ ആയി കറങ്ങി നടക്കേണ്ടതാ. ആരുടെ ഏജന്റായിട്ട്? സാത്താന്റെ ഏജന്റായിട്ട്. സ്വർഗത്തിലെ ദൈവം അവൻ എന്നെ കെട്ടുവാൻ വളരെ ശ്രമിച്ചു. ലോകത്തിലുള്ളതെല്ലാം തന്നു ശ്രമിച്ചു നോക്കി. എന്നാൽ യേശുക്രിസ്തുവിന്റെ പാത എനിക്ക് മതി. അവന്റെ കഷ്ടതയുടെ പാത എനിക്ക് മതി. അവന്റെ നിന്ദയുടെ പാത എനിക്ക് മതി. മറ്റേതെല്ലാം സാത്താന്യമാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച് രക്ഷപ്പെട്ടു. ഈ വന്ന ഭൗതികമായ നന്മകളെല്ലാം വന്നത് ദൈവമക്കളിൽ കൂടെയും ദൈവത്തിന്റെ പേരും പറഞ്ഞാ വന്നത്. സാത്താനല്ല കൊണ്ടത്. സാത്താൻ ആരെ ഉപയോഗിച്ചു? സ്വർഗത്തിലെ ദൈവവും നോക്കുകയായിരുന്നു, ഇവനിൽ ഉയർത്തുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി അയക്കാൻ ഇവൻ യോഗ്യനാണോ? അപ്പൊ നമ്മുടെ പാത്രത്തിൽ ഈ ലോകത്തിന്റെ മോഹങ്ങളാകുന്ന ചവറ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഉയരത്തിലെ മുത്ത് വന്ന് ഇരിക്കാൻ ഒക്കുകയില്ല. ഉയരത്തിലെ ശക്തി വരണമെങ്കിൽ ഈ ലോകത്തിന്റെ ആകർഷണങ്ങളാകുന്ന വസ്തുക്കളും സമ്പത്തുകളും അതും ഇതുമെല്ലാം എല്ലാം ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ. നമ്മുടെ കർത്താവ് പറയുന്നു, കർത്താവിനോട് ഞാൻ നിന്റെ ഭവനത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞപ്പോൾ എന്തു പറഞ്ഞു? കുറുനരിക്ക് കൂടും, കുറുനരിക്ക് കുഴിയും പറവുകൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കുവാൻ സ്ഥലമില്ല. അതാ നമ്മുടെ നാഥന്റെ. നമ്മുടെ ഹെഡ്ക്വാർട്ടർ എവിടെ? സിയോന. അറിയാമോ? ഈ ഭൂമിയല്ല നമ്മുടെ ഹെഡ്ക്വാർട്ടർ. ഇവിടെ എല്ലാം നമ്മൾ പരദേശികളായി. ഇന്നിവിടെയെങ്കിൽ നാളെ അവിടെ, മറ്റേടത്ത് നടന്നിങ്ങനെ ശത്രുവിന്റെ കോട്ടകളെ സാത്താൻ എന്താ ചെയ്യുന്നറിയാമോ? എല്ലാ ദൈവമക്കളെയും ഓരോരുത്തർക്ക് അവരുടെ ഹെഡ്ക്വാർട്ടർ പണിയുക. അപ്പൊ സാത്താൻ പണിയാൻ ഇവൻ ഇവിടെ ഹെഡ്ക്വാർട്ടർ ആയിട്ടിരുന്ന എനിക്ക് കുഴപ്പമില്ല, അവനെ അവിടെ ഞാൻ കെട്ടിയിട്ടേക്കാം. ഓരോരുത്തരെ കെട്ടി നടക്കുകയാണ്. എന്നാൽ ആദിമകാലത്തെ വിശുദ്ധന്മാരെ ഒരുത്തർക്കും സാത്താൻ കെട്ടാൻ കഴിഞ്ഞില്ല. അവർക്കെതിർ വന്നപ്പോൾ ചിതറി പോയി ഭൂമി മുഴുവൻ കീഴ്മേൽ മരിക്കുന്നവരായി തീരുവാനിടയായി. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മളുടെ മേൽ വരുന്ന വ്യാപാര ശക്തി എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയാണ്. കല്ലറയെ പൊട്ടിച്ചു വെളിയിൽ വരുന്ന ശക്തിയാണ് വ്യാപാര ശക്തി. ആ വ്യാപാര ശക്തി വരണമെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ നല്ലതെന്ന് തോന്നുന്ന ലാഭമെന്ന് തോന്നുന്നൊക്കെ ഛേദമെന്ന് നാം തന്നെ എണ്ണി അതിനെ ഉപേക്ഷിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നിങ്ങളുടെ വസ്തുക്കളെല്ലാം ഉപേക്ഷിക്കണമെന്നല്ല, അതിനോടുള്ള സ്നേഹം മാറി. എനിക്കിത് വേണ്ട. ഞാൻ പറയാമല്ലോ, അമേരിക്കയിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാൽ ഒരു പ്രാവശ്യം കൂടെ പറയാം.
ഞാൻ അമേരിക്കയിൽ അവിടെ അലബാമയിൽ പ്രസംഗിച്ചപ്പോൾ ഒരു വലിയ ഉണർവ് കർത്താവ് അയച്ചു അവിടുത്തെ വെള്ളക്കാരുടെയും. അവിടുന്ന് ഒരാൾ ജമ്മുവിൽ വന്നു. ഞാനവിടെ വാടക വീട്ടിൽ താമസിക്കുക. ഡോക്ടർ തിമോത്തി, വലിയ പേര് കേട്ട ഒരു ഡോക്ടറാണ്, വെള്ളക്കാരൻ വന്നു പറഞ്ഞു എൻ്റെ മുറി തന്നെ, എൻ്റെ ചെറിയൊരു മുറിയാണ്. ഞാൻ പറഞ്ഞു ഈ ചെറിയ മുറി നിനക്ക് പ്രയാസമാണല്ലോ. ഇല്ല, ഞാൻ എനിക്ക് ഇവിടെ തന്നെ താമസിക്കാം. 15 ദിവസം താമസിച്ചപ്പോൾ ഓരോ സമയത്ത് ഇങ്ങനെ അങ്ങ് എഴുതിക്കൊണ്ടിരിക്കുക, ഞാൻ ഓരോന്ന് പറയുന്നെങ്കിൽ അതിനാണ് അവിടെ താമസിച്ചത്. ഒടുവിൽ പുള്ളിക്കാരൻ എൻ്റെ തർജ്ജമ ചെയ്യുന്നൊരു സഹോദരൻ സ്റ്റാൻലി ജോസ് എന്ന്, പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ട് പോയി വലിയൊരു അവിടെ തന്നെ അടുത്ത് തന്നെ വലിയൊരു ജഡ്ജിൻ്റെ മുൻപിൽ വലിയൊരു 1 ഏക്കർ 3/4 ഏക്കർ സ്ഥലവും എല്ലാം കൂടെ ക്രമീകരിച്ചു. 3 സ്റ്റോറി ബിൽഡിംഗ്, 3 നിലയുള്ള കെട്ടിടം അമേരിക്കയിൽ നിന്ന് ഡിസൈൻ ചെയ്തുകൊണ്ട് വന്നതാണ്. ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. അതെല്ലാം ചെയ്തു. കൺട്രാക്ടറെല്ലാം വിളിച്ചിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു ഗ്രൗണ്ട് ബ്രേക്കിംഗ് അത് തുടങ്ങണം. എന്നെ വിളിച്ചുകൊണ്ട് പോയി. എനിക്ക് സർപ്രൈസായിട്ട് ചെയ്യാനാണ്. 3 നില കെട്ടിടം, എന്താ ഗ്രൗണ്ട് നില ചർച്ച് ആരാധന, മധ്യത്തിൽ ഞങ്ങൾക്ക് താമസിക്കാനാണ്, മേളത്തേത് ഓഫീസ്, അണ്ടർഗ്രൗണ്ടിലെ പിന്നെ ജനറേറ്റർ, മുഴുവൻ എയർ കണ്ടീഷൻ, അതിൻ്റെ ഇൻ ഗേറ്റ് ഔട്ട് ഗേറ്റ് എല്ലാം 7 മാസത്തിനകം മുഴുവനും തീർക്കും. അതിൻ്റെ ചില ഐറ്റങ്ങളൊക്കെ അമേരിക്കയിൽ നിന്ന് ഒരു ഷിപ്പിൽ കൊണ്ടുവരും. 7 മാസത്തിനകം തീർക്കാവുന്ന എല്ലാ പരിപാടി ആ സഭ എനിക്ക് ഗിഫ്റ്റായിട്ട് തരികയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ തന്നെ ഇത് മുഴുവനും ചെയ്തോളാം, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കർത്താവിനോട് പറഞ്ഞില്ല. കൺട്രാക്ടർ അവിടെ നിൽക്കുന്നു, 10-30 വേലക്കാരുണ്ട്, കുഴിക്കാനും വെട്ടാനുള്ളവരെല്ലാം ഉണ്ട്. വസ്തുവിൻ്റെ ഉടമസ്ഥനോടെ നിൽക്കുന്നുണ്ട്, ഏകദേശം 100-120 പേരുണ്ട്. എല്ലാം ഞാൻ പറഞ്ഞു കർത്താവിനോട് പറഞ്ഞിട്ടില്ല, നീ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. എത്ര ശ്രമിച്ചവൻ. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ ചെന്ന് എന്താണ് ടാറ്റ ഏജൻസി പോയിട്ട് എനിക്ക് വേണ്ടി ഒരു വണ്ടി, എയർ കണ്ടീഷൻ വണ്ടി, അതിനകത്ത് ടോയ്ലറ്റും ഉണ്ടായിരിക്കും, ഓഫീസും ഉണ്ടായിരിക്കും, പിന്നെ എനിക്ക് കിടക്കുകയും ചെയ്യാം, യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ക്യാമ്പിങ്ങിന് വേണ്ടി വെഹിക്കിൾ, അത് പോയി ബുക്ക് ചെയ്തിട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ എന്നോട് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് ഈ വണ്ടിയുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെയുള്ള സഹോദരന്മാർക്ക് പലർക്ക് സൈക്കിൾ പോലും ഇല്ല, ഞാൻ എയർ കണ്ടീഷൻ വണ്ടി നടക്കാനോ എൻ്റെ കൂടെ ഉള്ളത്. ഞാൻ പറഞ്ഞു ഞാനതിൽ ഒരു അന്നേരം തന്നെ അതിന് പിന്നെ പുള്ളിക്കാരൻ അതിന് കൊടുത്ത പണം കൂടെ ഒരുപാട് നഷ്ടമാകേണ്ടി വന്നു. ഞാൻ പറഞ്ഞു നിനക്ക് നഷ്ടമായാലും ലാഭമായാലും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ അവരെ നോക്കുകയില്ല. പ്രിയമുള്ളവരെ, സാത്താൻ നമ്മളെ കെട്ടു. ഞാൻ ഒന്നേ പറയുള്ളൂ, ഇങ്ങനെ എത്ര സാത്താൻ കൊണ്ടുവരും. എങ്ങനെയെങ്കിലും ഭൗതികമായ നിലയിൽ കൊണ്ടുവന്ന് നമ്മളെ കെട്ടുന്നതിന് ഉദ്ദേശം എന്താണ്? ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി എന്ത് ചെയ്യരുത്? മനസ്സിലാക്കുക. ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി എത്രമാത്രമാണ്. സാത്താന്റെ കോട്ടകളെ തകർക്കുന്ന ശക്തികളെ നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയുള്ളതായ നമ്മുടെ ആഗ്രഹങ്ങൾ, ശത്രു കൊണ്ടുവരുന്ന തന്ത്രങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തേ വെക്കുള്ളൂ? ഉപേക്ഷിച്ചേ വെക്കുള്ളൂ. ഇതിനെ ജയിച്ച് ഇത് കഴിഞ്ഞ് വരുന്നപ്പോഴാണ് തിരുവല്ലായിലെ അന്നമ്മ മാമൻ, നിങ്ങൾക്ക് എല്ലാവരല്ലോ ഈ നല്ല പാട്ട് എഴുതിയിട്ടുണ്ട്, ലോകമാ ഗംഭീര വാരുതിയിൽ കൊച്ചമ്മ, നല്ല കർത്താവിൻ്റെ ദാസിയാണ്, ഒരുപാട് കഷ്ടപ്പെട്ട പുള്ളിക്കാർക്ക് 2-3 കെട്ടിടവും വസ്തുവും തെങ്ങും ഒക്കെ ഉണ്ട് അവിടെ. എന്നോട് പറഞ്ഞു ശ്യാമലുകുട്ടി ഇതെല്ലാം കർത്താവ് നിങ്ങൾക്ക് തരാനാണ് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊച്ചമ്മ ഞാൻ പ്രാർത്ഥിച്ച് നോക്കാം. അവിടെ തിരുവല്ല യോഗം നടന്നുകൊണ്ടിരിക്കുക. പിറ്റേ ദിവസം വീണ്ടും പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞ് പറഞ്ഞു ശ്യാമലുകുട്ടി ഇതുവരെ തീരുമാനിച്ചില്ലയോ? ഞങ്ങളെല്ലാം കൂടെ വിളിച്ച് അവിടെ കാപ്പി സൽക്കാരത്തിന് കൊണ്ടുപോയപ്പോൾ 3 വീടും കാണിച്ചു, ഇതെല്ലാം കാണിച്ചു, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു കൊച്ചമ്മേ കർത്താവ് ഇതുവരെ എന്നോട് പറഞ്ഞില്ല. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ കൊച്ചമ്മയെന്നും അമ്മച്ചിന്നും ഒക്കെ ചിലപ്പോൾ വിളിക്കും, കൊച്ചമ്മയെന്ന് വിളിക്കുമ്പോൾ പറഞ്ഞു ഉണ്ണെ പറയാൻ ഞാൻ നിന്നേക്കാൾ മുൻപ് കർത്താവിൻ്റെ വിലയ്ക്ക് ഇറങ്ങിയവനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായോ? അപ്പം ഞാൻ പറയുന്നത് ദുഷ്ടാത്മാവ് പറഞ്ഞതാണോ ദൈവം പറഞ്ഞതല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചമ്മയോട് പറഞ്ഞെങ്കിൽ ദൈവം എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പം എന്താ പറഞ്ഞേ? മറാന AM ശ്യാമൻ്റെ ഹെഡ്ക്വാർട്ടർ എവിടെ സ്ഥാപിക്കണം? തിരുവല്ലായിക്കൊണ്ട് സ്ഥാപിച്ചാൽ പിന്നെ എല്ലായിടത്തും പോയി യോഗങ്ങൾക്ക് സുഖമായിട്ട് AM ശ്യാമൽ ഇവിടെ കറങ്ങി നടന്നോളുമല്ലോ. പർവ്വതങ്ങളിലും പലകളിലും ഒക്കെ കിടക്കുന്ന സാത്താൻ്റെ പ്രവർത്തനങ്ങളൊക്കെ സുഖമായിട്ട് അവിടെ ഇരുന്നോളും. സാത്താൻ വിചാരിച്ച് ഇത് തന്നെ ഇവനെ കൊണ്ട് ഇവിടെ അങ്ങ് കെട്ടിയേക്കാം. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള സാത്താൻ്റെ തന്ത്രങ്ങളെ നാം ജയിക്കുവാൻ ഒരുങ്ങുന്നില്ല എങ്കിൽ, ഇതിൽ കഴിഞ്ഞിട്ട് കോട്ടയത്ത് വന്നപ്പോൾ കോട്ടയത്ത് ഒരു അന്തർജനം എന്ന് പറയുന്ന സഹോദരി അവിടെ ഞങ്ങളവിടെ യോഗത്തിന് വേണ്ടി വിളിച്ചു. കാപ്പി കുടിക്കാൻ അവിടെ തിരുവല്ല അവിടെ ഉണർയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, യോഗം നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങളെല്ലാം കൂടെ അവിടെ വിളിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വീടിന് പുറത്തെഴുതിയ മാറാനാഥ, അവർക്കൊരു വീടും വസ്തുക്കളും അതെല്ലാം കൂടെ ഉണ്ട്, അവർ മക്കളൊന്നുമില്ല. മാറാനാഥ, പിന്നെ അതുപോലെ ഫ്രിഡ്ജയിലും എല്ലാം എഴുതി വെച്ചിരിക്കുക, സോഫ സെറ്റിലെല്ലാം. 4 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ കാപ്പിയെല്ലാം കുടിച്ച് പ്രാർത്ഥിക്കാൻ നേരത്തെ കുറച്ച് ഈ കോർട്ടിലെ രൂപ കടലാസിൽ എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ്. എന്നോട് പറഞ്ഞു ഇതിനകത്ത് സൈൻ ചെയ്യാൻ. ഞാൻ പറഞ്ഞു എന്തിനാ? ഇതെല്ലാം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഞാനും ഭർത്താവും കൂടെ തീരുമാനിച്ചു ഞങ്ങൾക്ക് അവിടെ പുറകിലൊരു ഔട്ട് ഹൗസ് ഉണ്ട്, അതിൽ ഞങ്ങൾ താമസിച്ചോളാം. ഇത് നിങ്ങൾ കർത്താവിൻ്റെ വിലയിൽ കർത്താവ് തന്നിരിക്കുക. കോടതിയിൽ നിന്ന് 2 സാക്ഷികൾക്ക് വേണ്ടി 2 പേരെയും കൊണ്ടുവന്നിട്ടുണ്ട്.
ഇവിടെ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊച്ചമ്മേ, കർത്താവ് പറയാത്ത കാര്യത്തിന് ഞാൻ എങ്ങനെ സൈൻ ചെയ്യാൻ നോക്കും? ഇല്ല, ഞങ്ങൾ കർത്താവ് എന്നോട് ദർശനത്തോട് പറഞ്ഞു ഇതെല്ലാം എം ശ്യാമലിന് കൊടുക്കാൻ, ഞങ്ങൾ ഇതെല്ലാം കടലാസ് എല്ലാം എഴുതി വെച്ചിരിക്കുക. എൻ്റെ കൂടെ 10-15 പേരുണ്ട്. ഞാൻ പറഞ്ഞു, സ്വർഗസ്ഥനായ കർത്താവ് പറയാതെ ഞാനിത് സ്വീകരിക്കാൻ ഒക്കുകയില്ല. അവർക്ക് വളരെ ദുഃഖം തോന്നി. ഞാൻ പറഞ്ഞു, കൊച്ചമ്മേ, നിങ്ങൾക്ക് ദുഃഖം തോന്നിയാലും സാരമില്ല, എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടല്ലാതെ ഞാനിത് സ്വീകരിക്കാൻ സാധ്യമല്ല. നമുക്ക് ലാഭമായിരിക്കുന്നത് ഛേദമെന്ന് എണ്ണിയെങ്കിൽ മാത്രമേ വ്യാപാര ശക്തി ലഭിക്കുകയുള്ളൂ. കിട്ടുന്നതെല്ലാം മേടിച്ചാൽ സാത്താൻ വ്യാപാര ശക്തിയെ കൊണ്ടുപോകും. സാത്താൻ ദൈവത്തിൽ നിന്ന്. അപ്പൊ ഇതെല്ലാം സാത്താൻ അപ്പം എന്നാൽ എന്നെ ഉപയോഗിച്ച് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ, ഒരു കൺട്രാക്ടർ, ഹിന്ദു ബ്രാഹ്മണൻ രക്ഷിക്കപ്പെട്ടു. പുള്ളിക്കാരന് 2 കെട്ടിടം, ഒരു മോനേ ഉള്ളൂ. നല്ല 2 വലിയ കെട്ടിടം, ബംഗ്ലാവാണ്, കൺട്രാക്ടറാണ്. രക്ഷിക്കപ്പെട്ടു. ഞാൻ തന്നെ സ്നാനപ്പെടുത്തി. അദ്ദേഹം വന്ന് പറഞ്ഞു, ഒരു മാസം കഴിഞ്ഞ് വന്ന് പറഞ്ഞു, എൻ്റെ 5 ബെഡ്റൂമുള്ളൊരു 2 നില കെട്ടിടവും ഏകദേശം 3/4 ഏക്കർ, 1 ഏക്കർ മുഴുവനില്ല, ഒരു സ്ഥലമുണ്ട്, നല്ല മാർബിളുള്ള ഇട്ടതുണ്ട്, നിങ്ങൾക്ക് വേണ്ടി തരണമെന്ന് ദൈവം എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. പത്താൻകോട്ട് നല്ല സെൻട്രലാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് നോക്കാം. 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും വന്നു. ഞാൻ പറഞ്ഞു, പിന്നെ 1 മാസം കഴിഞ്ഞ് 18,000 രൂപയും കൊണ്ടുവന്നു. ഈ കോർട്ടിൽ ചെന്നിട്ട് എഴുതി തരാനുള്ള ഗിഫ്റ്റ് ഡീഡിൻ്റെ ചെലവും കൂടെ വന്നു. ഞാൻ പറഞ്ഞു, സഹോദര, കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, സ്വർഗത്തിലെ ദൈവം പറയാതെ ഞാൻ എങ്ങനെ സ്വീകരിക്കാൻ നോക്കും? ആ സഹോദരൻ വളരെ നിരാശനായി പോകേണ്ടി വന്നു. ആ സഹോദരൻ നിരാശനായി പോകുന്നോ എന്നല്ല, നമ്മുടെ ലക്ഷ്യം തെറ്റിക്കാൻ സാത്താൻ എത്രമാത്രം ശ്രമിക്കുമെന്നുള്ളത് നിങ്ങൾ അറിയണം. ലക്ഷ്യം തെറ്റിക്കാൻ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ നാഥൻ പോയതെങ്ങനെയാണ്? പോകുമ്പോൾ ഒരു ചെറിയ ഉടുപ്പ് പോലും ആർക്കും കൊടുത്തേച്ച് പോയില്ല. മുഴുവൻ ഒന്നുമില്ലായ്മയിലാണ് വിട്ടേച്ച് പോയത്. അങ്ങനെയാണ് നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യേണ്ടത്. ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്ന് എണ്ണിയാൽ സ്വർഗത്തിലെ വ്യാപാര ശക്തി ലഭിക്കും. കഷ്ടങ്ങളുടെ കൂട്ടാനുഭവം, ആ കഷ്ടങ്ങളുടെ കൂട്ടാനുഭവങ്ങൾക്ക് വേണ്ടി നാം ഒരുങ്ങി കഴിയുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ വ്യാപാര ശക്തി നമ്മളിലേക്ക് വരും. കൊണ്ടുവന്ന ചിന്തയാണ്. ദൈവം അനുവദിച്ചു. അതിലാണല്ലോ വിഷമുണ്ട്. ദൈവം അനുവദിച്ചു. അന്നമ്മ മാമൻ സഹോദരിക്ക് ദൈവം അനുവദിച്ചു. അങ്ങനെ പിശാച് കൊണ്ടൊരു ചിന്ത ആ തലയിൽ ഇട്ടുകൊടുത്തു. അമേരിക്കയിൽ നിന്ന്, ആലബാമയിൽ നിന്ന് വന്ന് ഇവിടെ 1 മാസം 15 ദിവസം ഞങ്ങളുടെ താമസിച്ചു. രൂപയും കൊണ്ടുവന്നു. ആരാ? സ്വർഗത്തിലെ ദൈവമാണോ വിട്ടത്? സ്വർഗത്തിലെ ദൈവം അനുവദിച്ചു. ശാമുവേലിനെ കെട്ടാൻ കഴിയുമെങ്കിൽ കെട്ടിക്കോ. ശാമുവേലിനെ കെട്ടാൻ കഴിയുമെങ്കിൽ കെട്ടിക്കോ. ഇത് ഞാൻ ആരുടെ കഥയല്ല പറഞ്ഞത്, എന്റെ വ്യക്തിപരമായ അനുഭവമാണ് പറഞ്ഞത്. ഓരോരുത്തരുടെ കടമെടുത്ത് പറയുകയല്ല. അപ്പോൾ പിശാച് എന്തുമാത്രമാണ് നമ്മളെ ബന്ധിക്കുവാനായി ശ്രമിക്കുന്നത്, എത്രമാത്രം. ഇത്രയും നിങ്ങൾ പറഞ്ഞു. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ അമേരിക്ക പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരെല്ലാം എന്നെ ഫുൾ ഗോസ്പൽ മിഷണറി അസോസിയേഷന്റെ പ്രസിഡന്റാക്കി ഞങ്ങൾ ബ്രദറിനെ തീർക്കണമെന്ന് പറഞ്ഞാൽ, അപ്പോൾ IP കേരള കുമ്മനാടിന് പണം കൊടുക്കുന്നുണ്ട്, കുമ്മനാടിന് ബൈബിൾ സ്കൂളിന് പണം കൊടുക്കും, പലയിടത്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ പ്രസിഡന്റായിരുന്ന റെഡ്മാൻ എന്ന് പറഞ്ഞ സഹോദരൻ ആക്സിഡന്റായി മരിച്ചുപോയപ്പോൾ റെഡ്മാൻ ഞങ്ങളുടെ അവിടെ വന്നിട്ടുണ്ട്. അപ്പം വിശ്വാസവേലി അനേക കാര്യങ്ങൾ അദ്ദേഹം ഒരു ഫ്രണ്ട് പോലെ ആയപ്പോഴാണ് അദ്ദേഹത്തിന് എല്ലാവരും കൂടിയാണ് എന്നെ അതിനുവേണ്ടി തീരുമാനിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഫുൾ ഗോസ്പൽ മിഷണറി അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ട് അമേരിക്കയിൽ വന്ന് താമസിക്കുക, 12 ഏക്കർ സ്ഥലവും 2 എയർ കണ്ടീഷൻ കാറും 2 നല്ല വീടുമുണ്ട്. അതുകൂടാതെ ഒരു ടെലിവിഷൻ സ്റ്റേഷനുണ്ട്, 2 റേഡിയോ സ്റ്റേഷനുണ്ട്, ഒന്ന് ഒക്ലഹോമയിലും ഒന്ന് ഇല്ലിനോയ്സിലും. ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പ്രസംഗിച്ചു. ഇന്ത്യയിലോ ചൈനയിലോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളൂ, ഇവിടെ ആയിക്കോളൂ, നിന്റെ ഭാര്യ മക്കളെല്ലാം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. വളരെ പരിശ്രമിച്ചു നോക്കി. ഞാൻ പറഞ്ഞു, സ്വർഗത്തിലെ ദൈവം എന്നോട് പറയാതെ എന്നെ കൊണ്ട് സാധിക്കില്ല. അത് കഴിഞ്ഞിട്ട് 1 വർഷം അതെല്ലാം തിരസ്കരിച്ചു. അതിൻ്റെ പിറ്റേ വർഷം ഞാൻ വീണ്ടും അവിടെ ചെന്നപ്പോൾ ഒക്ലഹോമയിൽ നല്ല ഉണർവ്യോഗം നടന്നു. അപ്പോൾ ഒക്ലഹോമയിൽ അവരുടെ ടെലിവിഷൻ സ്റ്റേഷനുണ്ട്. അവർക്ക് ട്രംപറ്റ് എന്ന് പറഞ്ഞ മാസികയുണ്ട്. അവിടെ എന്നെ കൊണ്ട് കടിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവ് ഇത് അനുഗ്രഹിക്കണം, ഇത് നല്ല സ്ഥലമാണ്, ഞാൻ ടെലിവിഷനിലും പ്രസംഗിക്കുമായിരുന്നു, നല്ലതാണെന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് അന്ന് എനിക്ക് സെന്റ് ലൂയിസിൽ പ്രസംഗിക്കണമെന്ന് വൈകിട്ട്. അപ്പോൾ ആ ജോൺസൺ എന്ന് പറഞ്ഞ കർത്താവ്, അദ്ദേഹം ഇപ്പോഴും ജീവനോടുണ്ട്. അദ്ദേഹം കുമ്മനാട് കൺവെൻഷൻ ഒരു പ്രാവശ്യം ഒന്ന് പ്രസംഗിക്കാൻ വന്ന ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു,
ഞാൻ നിന്നെ സെൻറ്റ് ലൂയിസിൽ കൊണ്ടുപോയിക്കോളാം, ഇവിടെ നിന്ന് അവിടെ സെൻറ്റ് ലൂയിസിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എയർ ടിക്കറ്റ് ഉണ്ടല്ലോ, ഞാൻ പോകാം. ഇല്ല, ഞാൻ നിന്നെ കൊണ്ടുപോകാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വളരെ ക്ഷീണം. അപ്പം പുള്ളിക്കാരൻ്റെ കാർ നല്ല അതിനകത്ത് കിടക്കാവുന്ന സീറ്റിൽ ഒന്നും ഇത് ചെയ്താൽ നല്ലപോലെ കിടക്കുന്ന പോലെയാണ്, അതെല്ലാം നിനക്ക് ഉറങ്ങുകയും ചെയ്യാമെന്ന് പറഞ്ഞു. രാവിലെ യാത്ര പോയി സെൻറ്റ് ലൂയിസ് വരെ പുള്ളിക്കാരൻ ഇങ്ങനെ എന്നെ കൊണ്ടുപോകുന്ന വഴി ഇങ്ങനെ അമേരിക്കയിലിരുന്ന് എന്തൊക്കെ ചെയ്യാം ഇങ്ങനെ പറഞ്ഞ് ഒരുപാടായി. എൻ്റെ മനസ്സിൽ ഒരു 90-95% അമേരിക്ക കയറി. അപ്പോഴെന്തോ അമേരിക്കയിലിരുന്നാൽ ഇത് ചെയ്യാം, അവിടെ ചെയ്യാം, ഇത് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാമാണ്. സെൻറ്റ് ലൂയിസിൽ വന്നു. സെൻറ്റ് ലൂയിസ് വന്നപ്പോൾ ഇതുപോലെ ഹോളാണ്. ഹോളിൻ്റെ പുറകിൽ ഇവിടെ ഒരു റൂമുണ്ട്, അവിടെയാണ് ഗസ്റ്റ് റൂം, വലിയ ഓഡിറ്റോറിയമാണ്. അവിടെ എനിക്ക് റൂം തന്നു. ഞാൻ 5:05 അപ്പോൾ അവിടെ വന്നു. 7 മണിക്ക് പ്രസംഗമാണ്. അവരൊരു സ്റ്റേജ് കാതൽ തുറന്നാൽ റൂമിൽ നിന്ന് കാതൽ തുറന്നാൽ നേരെ സ്റ്റേജിലോട്ടാണ് വരുന്നത്. ഞാൻ ഉടനെ വന്നൊന്ന് അല്പനേരം വിശ്രമിച്ചു, വന്ന് നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ നിന്റെ ദൂത് തരണമേ. വലിയ ആൾക്കൂട്ടം വന്നിട്ടുണ്ട്. കർത്താവേ നിന്റെ ദൂത് തരണമേ. ഒരു ദൂതും കിട്ടുന്നില്ല. ഞാൻ കർത്താവിനോട് പ്രതിഷ്ഠ ചെയ്തിട്ടുണ്ട്, കർത്താവേ എവിടെ പോയാലും അങ്ങൊന്ന് തരുന്ന ദൂത് പ്രാപിച്ചേ ഞാൻ പറയുകയുള്ളൂ, അല്ലാതെ ഞാൻ പറയുകയില്ല എന്നൊരു പ്രതിഷ്ഠ കർത്താവിനോട് ചെയ്തിട്ടുണ്ട്. 6 മണി മുതൽ പ്രാർത്ഥനയാ, കർത്താവേ ദൂത് തരണമേ. ഒരു ദൂതുമില്ല. മുട്ടിന്മേലിരുന്ന് ഒരു ദൂതുമില്ല. 6:30 ഒരു ദൂത്. പിന്നെ പെട്ടെന്ന് കോട്ടും ടൈയും ഒക്കെ കെട്ടി കണ്ണാടിയിലൊക്കെ നോക്കിയാലും ശരിയാണ്, സ്റ്റേജിൽ പോയി പ്രസംഗിക്കണം. കർത്താവേ ദൂത് തരണം. ഒരു ദൂതില്ല. അപ്പോൾ സാത്താൻ പറയുന്നു ഇന്നടുത്ത് പ്രസംഗിച്ച പ്രസംഗം പറഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു അതെൻ്റെ പ്രതിഷ്ഠയനുസരിച്ചല്ല. 6:30 7 പ്രസംഗം തുടങ്ങേണ്ടതാ. 6:40 ഒരു ദൂതുമില്ല. 6:45 ഒരു ദൂതുമില്ല. 6:50 ഒരു ദൂതില്ല. 6:55 ഒരു ദൂതുമില്ല. എന്താ ചെയ്യേണ്ടത്? ഞാൻ എഴുന്നേറ്റ് മുറി നടക്കാൻ തുടങ്ങി. കർത്താവേ എന്തുവാ ദൂത്? ഇല്ല. 56-57 ആയപ്പോൾ നിനക്ക് അമേരിക്കയിലല്ലയോ ഇരിക്കേണ്ടിയത്, നീ സംസാരിച്ചു. ഞാൻ കാല് പൊക്കി ഒരു ചവിട്ടി. അപ്പോഴത്തേക്കും കഥക് മുട്ടുകയും തുടങ്ങി. ഒരു 30-32 സെക്കൻഡേ കിട്ടിയുള്ളൂ. ആ 32 സെക്കൻഡിനുള്ളൊരു ദൂത് തന്നു. ആദ്യം ചെന്ന് പ്രസംഗിച്ചു. 1000 ഉണ്ടായിരുന്നു. ആ ദേശത്തെ കർത്താവ് ഇളക്കി. അത് കഴിഞ്ഞപ്പോൾ ജോൺസൺ വന്ന് എന്നോട് പറയുക, കെട്ടിപ്പിടിച്ചോണ്ട് പറയുക, കണ്ടോ നീ അമേരിക്കയിൽ താമസിക്കാൻ തീരുമാനിച്ചപ്പം കർത്താവ് തന്ന ദൂത് കണ്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, പ്രിയ സഹോദരൻ, എന്നേക്കാൾ 2 വയസ്സ് പ്രായമുണ്ട്, കൂടുതലുണ്ട് അദ്ദേഹത്തിന്. ഞാൻ പറഞ്ഞു, സഹോദര നിന്നെ സാത്താനെ എന്ന് വിളിക്കുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇതായിരുന്നു എനിക്ക് സംഭവിച്ചത്. ഞാൻ പറഞ്ഞു ഇനി എന്നെ ശല്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ മറ്റുള്ള പ്രോഗ്രാമുകൾ ക്യാൻസൽ ചെയ്യാൻ ഇന്ത്യക്ക് മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ ലക്ഷ്യത്തെ തെറ്റിക്കാൻ സാത്താൻ എത്രമാത്രമാണ് ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെ, സാത്താന് നിങ്ങൾക്കൊരു 100 കോടി രൂപ തന്നുകൊണ്ട് സാത്താൻ ഏതാണ്ട് നഷ്ടമുണ്ടോ? 100 കോടി രൂപ നിങ്ങൾക്ക് തന്നുകൊണ്ട് സാത്താനുള്ള നഷ്ടം. നിങ്ങളുടെ ആ വ്യാപാര ശക്തിയെ തടഞ്ഞാൽ അവന് ലാഭമാണ്. അതിന് 100 കോടിയോ 300 കോടിയോ സാത്താൻ കൊടുത്താൽ സാത്താൻ എന്താ? നിങ്ങൾ നോക്കിപ്പോയി സാത്താന്റെ പൊന്നും വെള്ളികളൊക്കെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന നോക്കി കോടിക്കണക്കിനല്ല ഇരിക്കുന്നത്. നിങ്ങൾക്കൊരു 300 കോടിയോ 500 കോടിയോ ഒരു സ്പെഷ്യൽ ജെറ്റ് പ്ലെയിൻ നിങ്ങൾക്ക് തന്നു, സാത്താൻ എന്താ കുഴപ്പം? അവന് സാത്താൻ ജെറ്റ് പ്ലെയിൻ തന്നാൽ ഞാൻ അടങ്ങിയിരുന്നാ മതി എന്ന അവന്റെ ആഗ്രഹം. അവർ സാത്താൻ അവരുടെ ചിന്തയിൽ അങ്ങ് കയറുകയാണ്. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അവർ കരഞ്ഞിട്ടുണ്ട്. അന്നമ്മ മാമൻ കൊച്ചമ്മയോട് ഞാൻ പറഞ്ഞു, ഒടുവിൽ പറഞ്ഞു, കൊച്ചമ്മേ എന്നോട് കർത്താവ് ഇങ്ങനെ പരദേശിയായി പോയാനാ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കൊച്ചമ്മയിൽ കൂടെ സാത്താൻ ഇടപെട്ട് എന്നെ പരദേശി എന്നെ എന്താക്കാനാണ് തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞ അരക്കാശിന് മുതലില്ലാതെ തലച്ചായ്പാൻ സ്ഥലമില്ലാതെ പോയ കർത്താവിൻ്റെ പിന്നാലെ പോകാൻ എൻ്റെ ആഗ്രഹം. അത് സാത്താനല്ലേ, അത് കൊച്ചമ്മയിൽ കൂടെ അത് അനുവദിച്ചല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ, പിന്നെ കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകയാണ്. ഇതുപോലുള്ള കർത്താവിൻ്റെ ദാസന്മാരെ കിട്ടിയായിരുന്നെങ്കിൽ പിന്നൊന്നും പറഞ്ഞില്ല, കരഞ്ഞു. അപ്പോൾ എന്തായി? അത് കൊച്ചമ്മയ്ക്ക് എന്തായി മനസ്സിലായി. അപ്പോൾ സാത്താൻ ഇങ്ങനെയാണ് പല വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം, അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ലാഭമായിരുന്നു ഒക്കെയും ഛേദമെന്ന് എണ്ണിയപ്പോൾ എന്ത് കിട്ടുന്നു? ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തി കിട്ടുന്നു. നാം പരദേശികളായിരിക്കുമ്പോൾ നമ്മളെ തനിയരാക്കുന്നതിന് സാത്താൻ വളരെ ലാഭമാണ്.
ഇപ്പൊ എം ശാമൽ ഇങ്ങനെ എല്ലായിടത്തും നടന്നു, കാടും കയറി നടന്നു പ്രസംഗിക്കുന്നതിനെ കളിച്ച് എം ശാമൽ ഒരു ജെറ്റ് പ്ലെയിനിൽ നടന്നാൽ സാത്താൻ എന്തോ എല്ലാ സുവിശേഷം എത്തിയിട്ട സ്ഥലങ്ങളിലെ ആളുകളെല്ലാം അവന്റെ കൈവശം ഇരിക്കും. സാത്താൻ എത്ര ആളുകൾ ആ ജെറ്റ് പ്ലെയിൻ, പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം എത്ര പേരാ ജെറ്റ് പ്ലെയിനിൽ നടക്കുന്നത്? എം ശാമൽ ഒരു ജെറ്റ് പ്ലെയിൻ നടത്തിയാൽ സാത്താൻ എന്തോ കുറഞ്ഞ കുഴപ്പം, കുറച്ച് ഗ്രാമങ്ങളിലെങ്കിലും അവൻ പോകാതിരിക്കുമല്ലോ. നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ചാൽ ഇവിടെ ഗ്രാമങ്ങളിലും തോടുകളിലും മരത്തിന്റെ ചുവട്ടിലും കടത്തിണ്ടയിലും കിടന്ന് എന്ത് ചെയ്യും? ഇന്ന് ഞങ്ങൾ കടത്തിണ്ടയിലും ഒക്കെ കിടന്നാ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ഇവിടെ കാണുന്നത്, ഞങ്ങൾ വടക്കേണ്ടി നിങ്ങളുടെ കൂടെ വന്നാൽ നിങ്ങൾ കാണാൻ ഞങ്ങൾ എവിടെയൊക്കെയാ കിടക്കുന്നത്, എന്തൊക്കെയാ കഴിക്കുന്നത് കാണാം. ഗ്രാമങ്ങളിൽ പോകുമ്പോഴേ എങ്ങനെയാ ജീവിക്കുന്നത്? ഗ്രാമങ്ങളിൽ പോകുന്ന മിക്കവാറും ക്ഷേത്രങ്ങളിലായിരിക്കും താമസിക്കുന്നത്. മിക്കവാറും കഴിയുന്നത്ര ക്ഷേത്രത്തിൽ താമസിച്ചാൽ വാടക കൊടുക്കണ്ട, അവിടെ താമസിക്കും. അല്പം ചെൽപ്പായിട്ട് അവരുടേത് അങ്ങനെ താമസിച്ച കർത്താവിന്റെ വേല ചെയ്യുന്നത്. അല്ലയോ മറ്റിടത്ത് താമസിക്കണമെങ്കിൽ വാടക കൊടുക്കേണ്ടി വരും. പിന്നെ ക്ഷേത്രങ്ങളിൽ ആളുകൾ വരും, അവരോട് സുവിശേഷം പറയാൻ നല്ല അവസരമാണ്. കാരണം ദൈവത്തിന് അറിയാൻ അവിടെ അതാണ് ക്ഷേത്രങ്ങളിൽ കൂടെ ഞങ്ങൾ അന്വേഷിക്കുന്നത്. പുതിയതായ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾ ആദ്യം അന്വേഷിക്കുന്നത് ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും ഒരല്പം സ്ഥലം കിട്ടുമോ എന്നാണ്. കാരണം ക്ഷേത്രങ്ങളിൽ സ്ഥലം കിട്ടിയാൽ അവിടെ ആളുകൾ വരും, അവരോട് സുവിശേഷം പറയാനും. ഞങ്ങൾ കൺവെൻഷൻ നടത്തുമ്പോൾ ക്ഷേത്രങ്ങൾ എവിടെയെങ്കിലും കൺവെൻഷന്റെ സ്ഥലം കിട്ടുമെന്നാണ് നോക്കുന്നത്. കാരണം നമ്മുടെ ഉദ്ദേശം എന്താണ്? ശത്രുവിന്റെ കോട്ടയെ തകർക്കണം. തീർച്ചയായും അടി കൊള്ളാൻ ഒരുക്കമാണ്. അടി കിട്ടുമെന്ന് തീർച്ചയായും ഒരു നല്ലപോലെ ഒരുങ്ങിയാ ഇരിക്കുന്നത്. അടി ഇന്ന് കിട്ടുമല്ലേ നാളെ കിട്ടും എപ്പോഴാവുന്നത്. എന്നാൽ അവിടെ പൊട്ടിച്ചേ ഇറങ്ങാനൊക്കെ. ആ സ്ഥലത്തെ എന്ത് ചെയ്യണം? കീഴ്മേൽ മറിക്കണം. അതിനാണ് ഈ സ്വർഗത്തിലെ വ്യാപാര ശക്തി നമ്മൾ മേൽ അയക്കുന്നത്. ഈ വ്യാപാര ശക്തിക്കുള്ള മുതൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലാഭമായിരുന്നതൊക്കെയും. ഇതിന്റെ അർത്ഥം നിങ്ങളുടെ വീടെല്ലാം വിട്ടുകളയണമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന നിലയിൽ നിന്നുകൊണ്ട്, കർത്താവ് എനിക്ക് ഇനി ഭൗതികമായിട്ടല്ല വേണ്ടിയത്, എനിക്ക് ആ വ്യാപാര ശക്തി വേണം. ശത്രുവിന്റെ ശക്തികളെ കീഴടക്കുവാനുള്ള ശക്തി വേണം. അതിന് ഞാൻ ലാഭമായിരുന്നു ഒക്കെയും ഛേദമെന്ന് എണ്ണുന്നു. നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്ന് ഒരു വ്യാപാര ശക്തി കിട്ടിയ ഒരാളുടെ കാര്യം പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കാനുള്ള കൂടുതൽ സമയമാണ് ആവശ്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 1 മുതൽ 6 വരെ ഒന്ന് വായിച്ചാൽ. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 1 മുതൽ 6 വരെ. അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു, ഞാൻ തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അവന്റെ അപ്പനും അമ്മയും അവനോട്, അഗ്രചർമ്മികളായ ഫെലിസ്ത്യരിൽ നിന്ന് നീ ഒരു ഭാര്യയെ എടുക്കുവാൻ പോകേണ്ടതിനെ നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകലജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ എന്ന് ചോദിച്ചതിനെ ശിംശോൻ തന്റെ അപ്പനോട്, അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് യഹോവയാൽ ഉണ്ടായതെന്ന് അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞു. ഇത് യഹോവയാൽ ഉണ്ടായത് അവന്റെ അപ്പയും അറിഞ്ഞില്ല. കിപ്പോട്ട് വായിച്ചാൽ. അവൻ ഫെലിസ്ത്യരെ ആക്രമിക്കാൻ എന്ത് ചെയ്യായിരുന്നു? അവസരം അന്വേഷിക്കുകയായിരുന്നു. ഇസ്രായേലിനെ വാണിരുന്ന ഫെലിസ്ത്യനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ള ചിന്തയാണ്. അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി തിമ്നയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു. അവന്റെ മേൽ വന്നു എന്നുള്ളതാണ് മലയാളത്തിൽ. അവന്റെ മേൽ ശക്തിയോടെ വന്നു എന്ന് നിങ്ങൾ മാർജിനിൽ എഴുതണമേ. ശക്തിയോടെ വന്നു. ഞാൻ അതിന്റെ ഭാഷയിൽ ചെക്ക് ചെയ്തതിന് ശേഷമാണ് പറയുന്നത്, പരിശോധിച്ച ശേഷമാണ്. അവിടെ അവന്റെ മേൽ വന്നു എന്നുള്ളതിന്റെ മാർജിനിൽ നിങ്ങൾ എന്ത് എഴുതണം? ശക്തിയോടെ വന്നു. ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ട്. ശിംശോന്റെ മേലുള്ള വ്യാപാര ശക്തി എന്താണെന്നറിയാമോ? ഫെലിസ്ത്യരെയും അടിച്ച് തകർക്കുക. അതിന്റെ വ്യാപാര ശക്തി പോകുമ്പോഴാണ് ഒരു ബാലസിംഹം വരുന്നത്. ബാലസിംഹം എന്നാണ് പിടിച്ച് കീറിക്കളയും. അതാണ് സ്വർഗത്തിലെ വ്യാപാര ശക്തി. ശിംശോന്റെ കൈകളുടെ ബലം എങ്ങനെയായി കാണും? പരിശുദ്ധാത്മാവ് ശക്തിയോടെ വന്നപ്പോൾ അവന്റെ നേരെ വന്ന് അവന്റെ നോട്ടം ആരെ കീറാനാ? ഫെലിസ്ത്യന്മാരെയും കീറണം, അടിച്ചു കീറണം. അതാണ് പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി നിങ്ങളുടെ മേൽ വന്നു കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, പിന്നെ നിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ ഒക്കുകയില്ല. ആ വ്യാപാര ശക്തി അങ്ങ് തിളയ്ക്കും. അഭിഷേകം അങ്ങ് എന്ത് ചെയ്യും? ചൂട് പിടിക്കും. പിന്നെ നിങ്ങളല്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ശരീരത്തെ ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? ഈ ലോകത്തിന്റെ താങ്കളിലേക്ക് നോക്കുന്ന ആ ചിന്ത അങ്ങ് മാറി രാജാക്കന്മാരായി, രാജകീയ ശുശ്രൂഷ ചെയ്യുന്നവരായി,
സ്തോത്രം. ഞാൻ ഈ സാത്താന്റെ കാര്യമൊന്നും, ഈ സാത്താൻ ഈ ഭൂമിയെല്ലാം കൊണ്ടുവരുമ്പോൾ ഞാൻ എന്താ പറയുന്നറിയാം, ഈ മുഴു ഭൂമി എൻ്റെ അപ്പൻ്റെ വകയാ, എനിക്ക് നിന്റെ ദയ വേണ്ട, ഞാൻ എടുക്കേണ്ടിയപ്പോൾ എടുത്തോളാം. ഞാൻ അങ്ങനെ പറയുന്നത്. എൻ്റെ ഈ ഭൂമി വസ്തുവൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയുന്നത് ഇതെല്ലാം നിന്റെ ദയ കൊണ്ട് നിന്റെ ശുപാർശ കൊണ്ട് എനിക്ക് വേണ്ട, എൻ്റെ അപ്പൻ്റെ വകയാ, ഞാൻ എടുക്കപ്പെടാം. ഇവനെ എല്ലാം ഇവിടുന്ന് പുറത്താക്കിയ ഞാൻ എടുത്തോളാം. ആരെയാ? ഈ 33 കോടിയെ ഈ സാത്താന്റെ സൈന്യത്തിലെല്ലാം പുറത്താക്കിയ ഞാൻ എടുത്തോളാം. അല്ലാതെ നിന്റെ ഇടയ്ക്ക് 1/2 ഏക്കർ 3/4 ഏക്കർ ഒന്നും എടുക്കാനല്ല ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് മുഴുവനും എൻ്റെ പിതാവിൻ്റെ വകയാണ്. ഞാൻ ആദാമിൻ്റെ മകനാണ്, എൻ്റെ അപ്പൻ്റെ വകയാണ്. നിന്റേത് എന്താ നക്കാപ്പിച്ചേന്നാണ്, അങ്ങനെ ഒരു ഭാഷയുണ്ടോ? നക്കാപ്പിച്ച് എടുക്കാനല്ല വന്നിരിക്കുന്നത്. നിന്റെ 300 ഏക്കറോ 100 ഏക്കറോ ഒന്നും അല്ല എനിക്ക് വേണ്ടിയത്. നിന്റെ കഴുത്താണ് എനിക്ക് വേണ്ടിയത്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ പിന്നെ ഭൗതികമായി പട്ടിണി കിടക്കാൻ നിങ്ങൾക്ക് ഒരു പ്രയാസം വരികയില്ല. എൻ്റെ കൂടെ വന്നിട്ടുള്ളവരോട് ചോദിച്ചു നോക്കുകയും, ചിലപ്പോൾ മരത്തിന് ചുവട്ടിലായിരിക്കും കിടക്കുന്നത്, ചിലപ്പോൾ കടത്തിണ്ണയിലായിരിക്കും കിടക്കുന്നത്. എവിടെ സ്ഥലം കിട്ടുന്നത് അവിടെ കിടക്കും. കാരണം എന്താണ്? രാജാവിന്റെ മക്കളാണ്. സ്തോത്രം. സ്വർഗത്തിലെ രാജാവിന്റെ മക്കളാണ്. ചിലപ്പോൾ ആഹാരം കിട്ടിയേ കഴിക്കും, ചിലപ്പോൾ പച്ചല കിട്ടി അത് കഴിക്കും, ചിലപ്പോൾ കാട്ടുമരത്തിൽ കൂടെ കാട്ടിക്കൂടെ പോകുന്ന കിട്ടുന്ന പഴങ്ങളുടെ അത് കഴിക്കും. എന്ത് കഴിച്ചാലും ഇന്നത്തെ കാര്യമാണ് പറയുന്നത്, പണ്ട് കഴിച്ചെന്നല്ല പറയുന്നത്, ഇന്നത്തെ കാര്യമായി പറയുന്നത്. ചിലർക്കൊരു ചിന്തയുണ്ട്, പണ്ട് കുറച്ചുനാൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കഷ്ടമെല്ലാം മാറുമെന്ന്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഇന്നുവരെയും. കാരണം യുദ്ധം തീർന്നിട്ടില്ല. യുദ്ധം തീരുന്നത് ശരീരത്തിൽ നിന്ന് പ്രാണൻ പോയി കഴിഞ്ഞാലേ കർത്താവ് വരുമ്പോഴാണ്. വിശ്രമിക്കുന്ന പുതിയ യെരൂശലേമിലാ, ഈ ഭൂമിയിലല്ല വിശ്രമിക്കുന്നത്. ഇവിടെ ആത്മീകമായ രാജാക്കന്മാരായി, അവിടെ ശാരീരികമായ രാജാക്കന്മാരായി. അപ്പൊ ശത്രുവിനോട് പറയുന്നു, ഇപ്പോഴൊന്നും നിന്റേതൊന്നും വേണ്ട. ചിലർക്കൊണ്ട് കർത്താവെ ഞാൻ നിനക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിന് വല്ലതും തരണം. കർത്താവിന് കഷ്ടപ്പെടുന്നതിന് വേണ്ടി തരുന്നത് എൻ്റെ അഭിഷേകമാണ്. എൻ്റെ അഭിഷേകം എടുത്തു. അല്ല, എനിക്ക് ഭൗതികമാണെന്ന് പറഞ്ഞാൽ, മോനെ നിനക്ക് ഇതെല്ലാം ഞാൻ നശിപ്പിക്കാൻ പോകുന്നതാണ്. ഈ ലോകത്തിലെ ഇതെല്ലാം എന്താണ്? നശിപ്പിക്കുന്നതാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഉദംപൂരിലെ ബൈബിൾ സ്കൂളിന് വേണ്ടി ഒരു സ്ഥലമൊക്കെ ക്രമീകരിച്ചു. ബൈബിൾ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് പറഞ്ഞു, ഈ കെട്ടിടത്തിൽ ബൈബിൾ സ്കൂൾ നടത്തണം. ഓരോ സ്ഥലത്ത് യാത്ര ചെയ്ത് ഓരോ സ്ഥലത്ത് പോയി അതെല്ലാം കളഞ്ഞേച്ച് ഞങ്ങളിപ്പോ എത്ര വർഷങ്ങളായി വാടക വീടുകളിൽ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ബൈബിൾ സ്കൂൾ നടത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ വന്നപ്പോൾ യഥാർത്ഥ വേലക്കാർ ഒരുമാനിടയാണ്. യഥാർത്ഥ വേലക്കാർ. കാരണം അവർക്ക് പ്രായോഗികമായ വിശ്വാസത്തിൽ എങ്ങനെയാണ് ഓരോ ശത്രുവിന്റെ വോട്ട് ഇടിക്കുന്നത് എങ്ങനെയാണ് കർത്താവ് കൃപ തരുന്നു. ആയാൽ പ്രിയമുള്ളവരെ, തുറന്നിടാണ്ട അതാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയും, നമ്മൾക്കിപ്പോൾ വ്യാപാര ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, നമുക്ക് ലാഭമായിരിക്കുന്ന ഛേദമെന്ന് എണ്ണാമെങ്കിൽ സ്വർഗത്തിലെ വ്യാപാര ശക്തി നിങ്ങളുടെ മേൽ ഇപ്പോൾ കർത്താവ് അയക്കുവാൻ തുടങ്ങും. കുറച്ച് കഴിഞ്ഞിട്ടല്ല, ഇപ്പോൾ അയക്കുവാൻ തുടങ്ങും. അതിനുള്ള മുതൽ മുടക്കെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവെ, എനിക്ക് ഉയർത്തുന്നതിന്റെ ശക്തി ഒന്ന് അനുഭവിച്ചറിയണം, കഷ്ടങ്ങളുടെ കൂട്ടായ്മ ഒന്ന് അനുഭവിച്ചറിയണം. കാരണം ഞങ്ങളുടെ ചുറ്റും മാത്രം അന്യഭാഷ പറയുന്ന കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ആ വ്യാപാര ശക്തി നിങ്ങളുടെ മേൽ കടന്നു വന്നാൽ, സഹിക്കാൻ വയ്യാത്ത വ്യാപാര ശക്തി, ഈ അന്യദിവ്യ വിഗ്രഹാരാധനയൊക്കെ കാണുമ്പോൾ, മറ്റുള്ളവരുടെ വീടല്ല, മറ്റൊന്നുമല്ല, കർത്താവ് ഈ ആത്മാവ് നരകത്തിലേക്ക് പോകും. ഇവരെ വിടുവിക്കാൻ അവരുടെ മേൽ അതുകൊണ്ട് ഇന്ന് കാരണം കർത്താവ് പൗലോസിന്റെ മേൽ പോകുന്നതായ ആ സ്വർഗീയ വ്യാപാര ശക്തി എന്റെ പേരിൽ പകരുന്നത്. എനിക്ക് ഭൗതികമായ ഒന്നും അതുകൂടെ വേറെ ഭൗതിക കാര്യങ്ങളിലൂടെ നമുക്ക് ഹെലികോപ്റ്റർ വേണമെങ്കിൽ ഹെലികോപ്റ്റർ ആവശ്യമുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ ഉടനെ കർത്താവ് തരും. അത് ഉപയോഗിച്ച് പിന്നെ സാധാരണ മുഖത്ത് വലിച്ചെറിഞ്ഞേക്കണം. പ്ലെയിൻ ആവശ്യമുണ്ട്, പ്ലെയിൻ എടുക്കണം. പ്ലെയിൻ ഉപയോഗിച്ച് അവരുടെ വായിലെത്തി പിന്നെ നടന്നു പോകും. അതാണ് കർത്താവ്. അല്ലാതെ ഹെലികോപ്റ്റർ കിട്ടിയ ഹെലികോപ്റ്ററിലെ പോകാനും കൊള്ളു. കാറിന്റെ ആവശ്യമുണ്ട്, കാറിൽ പോകും. കാർ കഴിഞ്ഞിട്ട് കാറ് പോയിട്ട് കാർ പഞ്ചായത്ത് 11-ാം നമ്പർ, എന്താ ഞാൻ സാധാരണ പറയാറുണ്ട് 11 നമ്പർ, 2 കാലം കൊണ്ട് നടന്നു പോകുന്നു. ആ വണ്ടിയെ പോയിക്കോ. സ്തോത്രം. അതുകൊണ്ട് നാം ഈ ഭൂമിയിൽ ഒന്നിനും അടിമ. നമുക്കിപ്പോൾ വലിയൊരു കൊട്ടാരം വേണം കർത്താവിന് കളിക്കും.
ഒട്ടാരം എടുക്കുക, വേല ചെയ്യുക, അത് എടുക്കണം. അല്ലെ നമ്മൾ എപ്പോഴും പാവം പിടിച്ചവരെ പോലെ കിടക്കുന്നത്. നമ്മുടെ സ്വർഗത്തിലെ പിതാവിൻ്റെതാണ് സകലതും. നമുക്ക് വേലയ്ക്ക് വേണ്ടി ആവശ്യമുള്ളപ്പോൾ ഓർഡർ എടുക്കുക. വിജയ ചോദിച്ചിട്ട് എല്ലാവരോടും പണം ഉണ്ടാക്കുന്നുണ്ട്. അറിയിക്കാം, ഞാൻ തിരുവല്ലായിലെ ഉണർവോ നടക്കുന്നത്. കർത്താവ് പറഞ്ഞു ഉണർവോ വലിയ ഹോട്ടല. അവരെ വിളിച്ചു പറഞ്ഞു 1,20,000 രൂപ ഞാൻ ഇട്ടോളാം. പണത്തിന് നിനക്ക് ഗുരുവായി കണക്കാണ്. വലിയ 1,20,000 രൂപ എന്നതേ ഇട്ടേക്കാം. പിന്നെ എല്ലാം കൂടെ 2 ലക്ഷം ചിലവാനും ഇതിലെല്ലാം കാര്യം. 1 രൂപ ഒരു പ്രാവശ്യം പോലും തോത്താഴ്ചയില്ല. വ്യക്തിയൊക്കെ അവിടെ വെച്ചിരുന്നത്. ഒടുവിലത്തെ യോഗം നടന്നപ്പോ അവിടെ ഞാൻ കമ്മിറ്റിയോട് എത്ര വേണം യോഗം കഴിഞ്ഞാൽ പറഞ്ഞു 33 രൂപ വേണം ഒന്ന് തീർക്കാം. എത്ര രൂപ ബാക്കി വേണം? ഞങ്ങൾ കമ്മിറ്റി കൊണ്ടുപോയില്ല. ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാള് സൈക്കിളിൽ 7 കിലോമീറ്റർ ദൂരെ നിന്ന് വരിക. ഞാൻ എന്താ പോകാൻ? ഞാൻ 100 രൂപ കൊണ്ട് വന്നതാ. ഞാൻ വീട്ടിൽ ചെന്നപ്പോ ദൈവത്തിന്റെ ആത്മാവ് 100 രൂപ കൊണ്ട് കൊണ്ടുപോകും. ഞാൻ 33 വേണ്ടി വരും. സൈക്കിളിൽ ഒരാൾ രാത്രി 11 കഴിഞ്ഞപ്പോ സൈക്കിളിൽ വരിക 100 രൂപ എടുത്തു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് 1 രൂപ തടഞ്ഞിട്ട് ഒരുത്തരോട് കെഞ്ചേണ്ടി ആവശ്യമില്ല. രാജാവിന്റെ വേല രാജകീയമായി തന്നെ നടന്നു. എന്നാൽ നമ്മൾ ആർഭാടമായി പിടിച്ച് നടക്കാനുള്ള വേലയാണ്. ശത്രുവിന്റെ കോട്ടകളെ പൊളിക്കുന്ന വ്യാപാര ശക്തി. അതുകൊണ്ട് പട്ടിണി നമ്മൾ വേല ചെയ്യണമെന്നല്ല, എന്ത് നമുക്ക് എപ്പോൾ ആവശ്യമുള്ളത് അവിടെ വരും. അതാണ് രാജകീയമായ വേല. എപ്പോൾ നമുക്ക് എന്ത് വേണം? മനുഷ്യരുടെ സഹായം തേടിക്കൊണ്ടല്ല, മനുഷ്യരുടെ ദയ നോക്കിക്കൊണ്ടല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ ആയതിനാൽ പ്രിയമുള്ള രാജാക്കളെ പോലെ ഇവിടുത്തെ കോട്ടകളെ തകർക്കുവാൻ കർത്താവിന്റെ വ്യാപാര ശക്തി അയക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാനൊന്നും സംസാരിക്കുന്നില്ല. പരിശുദ്ധാത്മാവ്